കേരളത്തിലെ പുരുഷ ലൈംഗിക തൊഴിലാളികൾ കൂടുതലും ഏത് ജില്ലക്കാരാണ്? കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്. ഉത്തരം കോഴിക്കോട്. ഏറ്റവും കൂടുതൽ പുരുഷ ലൈംഗിക തൊഴിലാളികൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണെന്നാണ് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം: കൊൽക്കത്ത, ഗോവ, കൊച്ചി, മുംബൈ. ഉത്തരം മുംബൈ. മലബാർ ഹിൽസ് മുംബൈയിലെ ഒരു കുന്നിൻ പ്രദേശമാണ്. ഗവർണറും മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവും ഉൾപ്പെടെ നിരവധി വ്യവസായ പ്രമുഖർ, ചലച്ചിത്ര പ്രവർത്തകർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ വാസസ്ഥലമാണിത്. ശോകനാശിനി എന്നറിയപ്പെടുന്ന നദി ഏത്? നർമ്മദ, കാവേരി, ബ്രഹ്മപുത്ര, കണ്ണാടിപ്പുഴ. ഉത്തരം കണ്ണാടിപ്പുഴ. കേരളത്തിലെ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രാന്തപ്രദേശത്തുള്ള ആനമല മലനിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കണ്ണാടിപ്പുഴയെ ശോകനാശിനി എന്നറിയപ്പെടുന്നു. ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴികളിൽ ഒന്നാണിത്. ദേശിംഗനാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം. ഉത്തരം കൊല്ലം. വേണാട് രാജവംശം ഉത്ഭവിച്ചതായി കരുതപ്പെടുന്ന ജയസിംഹ രാജാവിൻ്റെ പേരിലാണ് കൊല്ലത്തിൻ്റെ പഴയ പേര് ദേശിംഗനാട് എന്നായത്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ കുറയുന്നത്: കൊളസ്ട്രോൾ, ബുദ്ധി, കുടവയർ, പ്രമേഹം. ഉത്തരം ബുദ്ധി. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് അതിരാവിലെ ജോലികളെ വഷളാക്കുകയും മെമ്മറി മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. ഇത് ബൗദ്ധിക പ്രകടനത്തിൻ്റെ കുറഞ്ഞ നിരക്കിലേക്ക് നയിച്ചേക്കാം. കുട്ടികളുടെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ചും പ്രസക്തമാണ്. കാരണം മുതിർന്നവരേക്കാൾ തലച്ചോറിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ആവശ്യം കുട്ടികൾക്ക് ഇരട്ടിയാണ്. കൂട്ടുപുരുകമുള്ള സ്ത്രീകളുടെ സ്വഭാവം എന്ത്? ദാനം, കലഹം, വൈരാഗ്യം, പതിവ്രത. ഉത്തരം കലഹം. പുരുഷന്മാർക്ക് കൂട്ടുപിരികം നല്ലതെങ്കിലും സ്ത്രീകൾക്ക് കൂട്ടുപിരികം നല്ലതല്ലെന്നാണ് വിശ്വാസം. ഇത് ഇവരുടെ കലഹ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് സാമുദ്രിക ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നു. അനാരോഗ്യകരമായ മത്സര സ്വഭാവം, അത്യാഗ്രഹവും ഇത്തരം സ്ത്രീകൾക്കുണ്ടാകും. സ്ഥാനാർബുദം തടയാൻ സഹായിക്കുന്ന വിത്ത് ഏത്? എള്ള്, മത്തങ്ങ, പാവയ്ക്ക, ചിയാ സീഡ്. ഉത്തരം മത്തങ്ങ. ആമാശയം, ശ്വാസകോശം, പ്രോസ്റ്റേറ്റ്, വൻകുടൽ എന്നിവയിലെ അർബുദ സാധ്യത കുറയ്ക്കുന്നതിന് മത്തങ്ങ വിത്തുകൾ ഭക്ഷണക്രമത്തിൽ ചേർക്കുന്നത് നല്ലതാണ്. മത്തങ്ങ വിത്തിൽ അടങ്ങിയിരിക്കുന്ന ലിഗ്നാനുകൾ സ്ഥാനാർബുദം തടയാൻ സഹായിക്കും. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഏലം, കുരുമുളക്, ഗ്രാമ്പൂ, ജാതി. ഉത്തരം കുരുമുളക്. പുരാതന കാലത്ത് മധ്യേഷ്യയിലെ ജനങ്ങളെ ഇന്ത്യയിൽ യവനന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അവർ കുരുമുളക് ഇഷ്ടപ്പെടുകയും ഇന്ത്യയിൽ നിന്ന് വലിയ അളവിൽ കുരുമുളക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്നു. അതിനാലാണ് കുരുമുളകിന് യവനപ്രിയ എന്ന് വിളിപ്പേരുണ്ടായത്. സ്ത്രീകളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഏത് വശത്താണ്? വലത്, ഇടത്, വ്യത്യാസമില്ല. ഫസ്റ്റ് ബട്ടൺ വലത്. ഉത്തരം ഇടത്. സ്ത്രീകൾക്ക് തങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളെ ഇടത് കൈയിൽ പിടിക്കാനുള്ള പ്രവണത കൂടുതലാണ്. മുലയോട്ടൽ എളുപ്പമാക്കുന്നതിന് ഷർട്ടുകൾ സ്വതന്ത്രമാക്കാൻ വലത് കൈകൊണ്ട് തുറക്കാനോ അടയ്ക്കാനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ ഇടതുവശത്ത് ബട്ടൺ വയ്ക്കുന്നു. കേരളത്തിൽ നിന്ന് ആദ്യ നിയമബിരുദം നേടിയ വനിത ആര്? ശ്രീലേഖ, അന്ന ചാണ്ടി, ഗൗരിയമ്മ, മേരി ലൂക്കോസ്.
ഉത്തരം അന്ന ചാണ്ടി. കേരളത്തിൽ നിയമബിരുദം നേടിയ ആദ്യ വനിത, മുനിസിപ്പൽ പദവിയിലെത്തിയ ആദ്യത്തെ സ്ത്രീ, കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി എന്നതിനു പുറമെ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ വനിതാ ജഡ്ജിയും അന്നയാണെന്ന് കണക്കാക്കപ്പെടുന്നു. എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയുമായി